സിന്ധൂസ് ഫുഡ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. നമ്മൾ മലയാളികളുടെ എല്ലാം ഇഷ്ടപലഹാരമായ ഏത്തയ്ക്ക അപ്പം അഥവാ പഴംപൊരിയാണ് ഇന്നത്തെ നമ്മളുടെ റെസിപ്പി. നമുക്ക് ചായക്കടയിൽ നിന്നും കിട്ടുന്ന പഴംപൊരി ഈസിയായി വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത്. നമ്മളിതിൽ ബേക്കിംഗ് സോഡയോ അങ്ങനെയുള്ള ഒന്നും ചേർക്കുന്നില്ല. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്ത് വളരെ നന്നായി നമുക്ക് ഏത്തയ്ക്ക അപ്പം അഥവാ പഴംപൊരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാനായി നന്നായി പഴുത്ത 3 ഏത്തപ്പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പഴുത്ത ഏത്തപ്പഴം തന്നെ എടുക്കണം, എന്നാലേ ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിനേക്കുള്ള ബാറ്റർ റെഡിയാക്കിയെടുക്കാം. ബാറ്ററിനായി ഞാനിവിടെ 1 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മൈദപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ, 1 കപ്പ് മൈദപ്പൊടിക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ വീട്ടിലൊക്കെ പൊടിച്ച് വറക്കുന്ന അരിപ്പൊടിയാണ്. കടയിൽ നിന്നാണെങ്കിൽ നമുക്ക് പത്തിരിപ്പൊടി അത് ചേർക്കാവുന്നതാണ്. അപ്പോൾ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, അത് വറുത്ത അരിപ്പൊടി ആയിരിക്കണം, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഏത്തയ്ക്ക അപ്പത്തിന് നല്ല കളർ കിട്ടാനായി നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഏത്തയ്ക്ക അപ്പം എന്നാണ് കൂടുതലും പറയുന്നത്, പഴംപൊരി എന്നും പറയും, രണ്ടും ഒന്ന് തന്നെയാണ്. മധുരത്തിനായിട്ട് നമുക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടീസ്പൂൺ ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തായിട്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്കുള്ള സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാം. ചായക്കടയിലെ ഏത്തയ്ക്ക അപ്പം പോലെ തന്നെ നല്ലതായിട്ട് പൊങ്ങി നല്ലതായിട്ട് വരും. അപ്പോൾ നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കുന്നില്ല. നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഇഡ്ഡലി ദോശ ബാറ്ററാണ്. 1 ടേബിൾ സ്പൂൺ അരിമാവാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇഡ്ഡലി ദോശയ്ക്കും നമ്മൾ അരച്ചു വെക്കുന്ന അരിമാവിൽ നിന്നും 1 ടേബിൾ സ്പൂൺ എടുത്ത് ചേർക്കാം. ഒത്തിരി പുളിയുള്ള അരിമാവ് ചേർക്കാൻ പാടില്ല. അതിനുശേഷം എല്ലാം കൂടി നന്നായി ഇളക്കി കൊടുക്കണം. നമ്മൾ ബേക്കിംഗ് സോഡയോ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. എല്ലാം കൂടി നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം അല്പാൽപമായി ഒഴിച്ച് നമുക്ക് ബാറ്റർ റെഡിയാക്കിയെടുക്കാം. ആദ്യം കുറച്ച് വെള്ളം മാത്രം ഒഴിക്കുക, ഒത്തിരി വെള്ളമായി പോകാൻ പാടില്ല. അപ്പോൾ അല്പാൽപമായി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കാം. അല്പാൽപമായി വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായി ഇളക്കിയെടുക്കാം. അടുത്തായിട്ട് ഞാനിവിടെ കൈകൊണ്ട് തന്നെ നന്നായിട്ട് ബാറ്റർ റെഡിയാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു പരുവത്തിൽ ബാറ്റർ റെഡിയാക്കി കിട്ടണം. ഒത്തിരി വെള്ളമായി പോകാനും പാടില്ല, ഒത്തിരി കട്ടിയാകാനും പാടില്ല. ഇങ്ങനെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. അടുത്തായിട്ട് നമുക്കിതൊരു 5 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കാം. നമ്മളിതിലേക്ക് അരിമാവ് മാത്രമേ ചേർത്തിട്ടുള്ളൂ, നമ്മൾ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചധികം നേരം ഇരുന്നെങ്കിലേ ബാറ്റർ റെഡിയായി കിട്ടത്തുള്ളൂ. നമുക്കിപ്പോൾ ഈവനിങ്ങിൽ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കണമെങ്കിൽ ഉച്ചയാകുമ്പോൾ നമ്മളിതുപോലെ റെഡിയാക്കി വെച്ചാൽ മതി. നല്ല പെർഫെക്റ്റ് ഏത്തയ്ക്കാപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ബാറ്റർ റെഡിയാക്കി വെച്ചിട്ട് 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. ഏത്തയ്ക്കാപ്പത്തിനുള്ള ബാറ്റർ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ മുമ്പേ മാറ്റി വെച്ചിരിക്കുന്ന ഏത്തപ്പഴം തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയെടുക്കാം. ഞാനിവിടെ 3 ഏത്തപ്പഴവും തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് സ്ലൈസ് ചെയ്തെടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് 1 ഏത്തപ്പഴം വേണമെങ്കിൽ 2 പീസാക്കി എടുക്കാം, 3 പീസാക്കി എടുക്കാം, നമ്മളുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഇവിടെ 3 പീസാക്കിയാണ് 1 ഏത്തപ്പഴം എടുക്കുന്നത്. അപ്പോൾ നമുക്കതങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ എല്ലാ ഏത്തപ്പഴവും നമുക്ക് പീസസ് ആക്കി എടുക്കാം. ഏത്തപ്പഴം 3ഉം നമ്മളിവിടെ പീസസ് ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കിത് ഓരോ പീസസും ബാറ്ററിലേക്ക് മുക്കി എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാനായി ബാറ്റർ എടുക്കുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ എള്ള് ഇട്ട് കൊടുക്കാം. എള്ളിന് പകരം ജീരകം വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഇളക്കിയിട്ട് നമുക്ക് ഏത്തപ്പഴം ഓരോരോ പീസായി ഇട്ട് മുക്കിയെടുത്ത് ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാവുന്നതാണ്. അത് നമ്മുടെ ഇഷ്ടമാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ അതൊന്നും ചേർക്കുന്നില്ല. ഇവിടെ റെഡിയാക്കി വെച്ച ബാറ്റർ ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തായിട്ട് ഏത്തയ്ക്കാപ്പം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായി എണ്ണ വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആണ്. എണ്ണ ചൂടായോന്ന് നമുക്കൊരല്പം മാവ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അടുത്തായിട്ട് ഓരോ പീസും നമുക്ക് ഈ ബാറ്ററിലേക്ക് മുക്കി നന്നായിട്ട് 2 സൈഡും ബാറ്ററിലേക്ക് ഇട്ട് മുക്കിയെടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടെണ്ണയാണ്, ഇടുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് വേണം. ഇങ്ങനെ നമുക്ക് ഓരോ പീസസും ഇതിലേക്ക് മുക്കി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 എണ്ണം, എല്ലാം കൂടി നമ്മൾ ഇട്ട് കഴിഞ്ഞാലും ഒട്ടിപ്പിടിക്കും. 2 3 നമ്മളുടെ
എടുക്കുന്ന കടായിയുടെ വലുപ്പത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 3 പീസസ് ആണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാനേ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. എല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. ഒരു സൈഡ് നന്നായി മൂത്തതിന് ശേഷം നമുക്ക് തിരിച്ചിടാം. ഇത് പെട്ടെന്ന് തന്നെ ഒരു സൈഡ് ഫ്രൈ ആയി കിട്ടുന്നതാണ്. നമുക്ക് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടെക്സ്ചറിൽ തന്നെ നമുക്ക് ഏത്തയ്ക്കാപ്പം വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ഇപ്പോൾ ഒരു സൈഡ് ഒന്ന് മൂത്ത് വരുന്നുണ്ട്. നമുക്കിനി ഇത് മൂന്നും ചുട്ട് കൊടുക്കാം. വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും അതിൻ്റെ ആ ഒരു മാവൊക്കെ നല്ല ബലൂൺ പോലെ വീർത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കടയിൽ നിന്നും കിട്ടുന്ന അതേ ഒരു ഷേപ്പ് തന്നെയാണ്. വളരെ നല്ല ടേസ്റ്റുമാണ്. ഇത് അധികം എണ്ണ കുടിക്കത്തുമില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഇതേപോലെ തന്നെ എല്ലാ ഏത്തയ്ക്കാപ്പവും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഏത്തയ്ക്കാപ്പം കോരിയെടുക്കാം. അടുത്ത സെറ്റ്. അങ്ങനെ വളരെ സ്വാദിഷ്ടമായ ഏത്തയ്ക്കാപ്പം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ഒരു ടെക്സ്ചറിലും ടേസ്റ്റിലും വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ഉറപ്പായും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത നല്ല ഒരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.